വാർത്തകൾ വിശദമായി. പിണറായി വിജയൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. AKG സെന്ററിൽ ചേർന്ന പാർട്ടി നേതൃയോഗത്തിൽ ഐക്യകണ്ഠേനയാണ് പിണറായി വിജയനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രഖ്യാപനം നടത്തിയത്. Considering Comrade VS's age and his physical limitations today, and recognizing his role and continuing to recognize and the fact that he'll continue to play that role, we have come to the decision today in the meeting unanimously that Comrade Pinarayi Vijayan will be proposed as the leader of the LDF legislature party. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF നേടിയ വിജയം മികച്ചതാണെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അഴിമതിക്കും വർഗീയതയ്ക്കും എതിരായ വിജയമാണ് കേരളത്തിലുണ്ടായത്. വിജയത്തിനായി പരിശ്രമിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും യെച്ചൂരി അഭിനന്ദിച്ചു. ഒപ്പം LDFനെ അധികാരത്തിലെത്തിച്ച കേരള ജനതയ്ക്കും ജനറൽ സെക്രട്ടറി നന്ദി അറിയിച്ചു. VSന്റെയും പിണറായിയുടെയും നേതൃത്വത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഫലമാണ് 91 സീറ്റുകളെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ മുതിർന്ന CPM നേതാവായ VS കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോയാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. Comrade VS is like Fidel Castro for Kerala. Like Fidel is for Cuba today, advising, guiding and inspiring. Comrade VS will continue to play that role. CPM മന്ത്രിമാരെ തീരുമാനിക്കാൻ ഞായറാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. അടുത്തയാഴ്ചയാകും സത്യപ്രതിജ്ഞ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അരനൂറ്റാണ്ടിലേറെ നീണ്ട പൊതുജീവിതത്തിന്റെ കരുത്തുമായാണ് പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണസാരഥ്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകൾ പിന്നിട്ട് കരുത്തിന്റെ ആൾരൂപമായി പിണറായി നടന്നു കയറുന്നത് പുതിയൊരു കേരളത്തെ വാർത്തെടുക്കാനാണ്. പാറപ്പുറം സമ്മേളനത്തിന്റെ ചരിത്രമുറങ്ങുന്ന പിണറായി ഗ്രാമമാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിനെ വാർത്തെടുക്കുന്നത്. 1944 മാർച്ച് 21 ചെത്തുതൊഴിലാളിയായ മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി ജനനം. ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ ചുറ്റുപാടിലായിരുന്നു ബാല്യകൌമാരങ്ങൾ. പിണറായി UP സ്കൂളിലും പെരളശ്ശേരി ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് 1 വർഷം നെയ്ത്തുതൊഴിലാളിയായി ജോലി നോക്കി. തുടർന്ന് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ. ബ്രണ്ണൻ കോളേജാണ് പിണറായിയുടെ രാഷ്ട്രീയ കളരി. 24-ാം വയസ്സിലാണ് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ സഖാവെത്തുന്നത്. 28-ാം വയസ്സിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലുമെത്തിയ പിണറായി 1970-ലും 77-ലും 91-ലും 96-ലുമായി 4 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയുടെ ഭീകരനാളുകളിൽ കൊടിയ മർദ്ദനങ്ങളാണ് സഖാവിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത പിണറായിയെ ലോക്കപ്പിൽ വെച്ച് പോലീസുകാർ മാറി മാറി മർദ്ദിച്ചു. പൈശാചികമായ 3ാം മുറകൾക്ക് വിധേയനായപ്പോഴും നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടു. ക്രൂരമർദ്ദനത്തിന്റെ ബാക്കിപത്രമായ ചോരപുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ചാണ് പിണറായി പിന്നീട് നിയമസഭയിൽ പ്രസംഗിച്ചത്. ആഭ്യന്തരമന്ത്രി K. കരുണാകരനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ആ പ്രസംഗം നിയമസഭാരേഖകളിലെ തിളങ്ങുന്ന അധ്യായമാണ്. പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ഭരണ നൈപുണ്യം കേരളം തിരിച്ചറിഞ്ഞത് 96-ൽ വൈദ്യുതി മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴാണ്. 4 നൂറ്റാണ്ടുകൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നേടിത്തന്നത്. വൈദ്യുതി കമ്മി നേരിടുന്ന സംസ്ഥാനത്തെ വൈദ്യുതി മിച്ച സംസ്ഥാനമാക്കി മാറ്റിയെടുത്തു. ഈ സാഹചര്യത്തിലാണ് ചടയൻ ഗോവിന്ദന്റെ മരണം. പിന്നീട് സംസ്ഥാന ഘടകം കേരളത്തിന്റെ അമരക്കാരനായി നിശ്ചയിച്ചത് പിണറായി വിജയനെയാണ്. പിണറായിയെ നഖശിഖാന്തം എതിർക്കുന്ന മാധ്യമങ്ങൾ അന്ന് എഴുതിയത് ഇങ്ങനെ: നയനാർ മന്ത്രിസഭയ്ക്ക് നഷ്ടമായത് മികച്ച ഒരു പ്രതിഭയെ. സംഘടനാ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നേരിട്ടത് കടുത്ത മാധ്യമ ഭീകരതയെയാണ്. ഇത്രയധികം വ്യക്തിഹത്യയ്ക്ക് വിധേയനായ ഒരാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയം. ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് വന്നു ഭവിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് പിണറായി പ്രതികരിച്ചത്. വ്യക്തിഹത്യയ്ക്കും ദുരാരോപണങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത കരുത്തോടെ പിണറായി പാർട്ടിയെ നയിച്ചത് 1.5 പതിറ്റാണ്ടിലേറെയാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനമൊഴിഞ്ഞ പിണറായി വിജയൻ ഇടതുമുന്നണിയുടെ കരുത്തിനായാണ് ഈ നീണ്ട നാൾ പ്രവർത്തിച്ചത്. ഈ കരുത്തും നിശ്ചയദാർഢ്യവും നവകേരള സൃഷ്ടിക്കായി നമുക്ക് പ്രതീക്ഷിക്കാം. പൊളിറ്റിക്കൽ ഡെസ്ക്. VS കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്ന യെച്ചൂരി. VS സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. As far as Comrade VS is concerned, we would like to say that as the veteran leader, the only parallel I can draw
in the international communist movement is that Comrade VS is like Fidel Castro for Kerala, like Fidel is for Cuba today, advising, guiding and inspiring. Comrade VS will continue to play that role. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദത്തിലായിരുന്നു CPM ആസ്ഥാനമായ AKG സെന്റർ. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ AKG സെന്ററിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും അഭിവാദ്യമർപ്പിച്ചും അഭിനന്ദനം അറിയിച്ചും സന്തോഷം പങ്കിട്ടു. സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാനുള്ള ചർച്ച CPM-ൽ തുടങ്ങിയത്. രാവിലെ ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തന്നെ നിയമസഭാ കക്ഷി നേതാവായി പിണറായി വിജയനെ പാർട്ടി ഏകകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനം മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞതോടെ പല കേന്ദ്രങ്ങളിലും CPIM പ്രവർത്തകർ ആഹ്ലാദത്തിലും ആവേശത്തിലുമായി. വൈകുന്നേരം CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന് അംഗീകാരം നൽകി. തുടർന്ന് 4 മണിക്ക് വാർത്താസമ്മേളനത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. ഈ വാർത്ത കൂടി എത്തിയതോടെ AKG സെന്ററിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്തും അഭിവാദ്യം അർപ്പിച്ചും സന്തോഷം പങ്കിടുകയായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്നെത്തിയ സർവ്വമത സംഘം AKG സെന്ററിലുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും ലഡു വിതരണം ചെയ്തു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ നിയുക്ത മുഖ്യമന്ത്രിക്ക് ആശംസ നേർന്നു. പിന്നാലെ നിരവധി പ്രമുഖരും സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അറിയിച്ചു മടങ്ങി. സംസ്ഥാനത്തെ അടുത്ത മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ പ്രഖ്യാപിച്ചതോടെ ആവേശം അണപൊട്ടിയിരിക്കുന്നു. ഇനി സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള കാത്തിരിപ്പ്. ആരൊക്കെയാണ് മന്ത്രിമാരെന്നുള്ളത് അടുത്ത ദിവസം പ്രഖ്യാപിക്കും. ക്യാമറാമാൻ അജിത്തിനൊപ്പം സുനിൽ അരിമാനും. വാർത്തകൾ തുടരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭ അധികാരമൊഴിഞ്ഞു. രാജ്ഭവനിലെത്തി ഗവർണർ P. സദാശിവത്തിന് ഉമ്മൻചാണ്ടി രാജിക്കത്ത് കൈമാറി. തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കുകൾ ഉണ്ടായതായി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഒരിക്കലും ഇത്രയും വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. രാവിലെ 10:30 ക്ലിഫ് ഹൌസിൽ നിന്നും രാജ്ഭവനിലെത്തി ഗവർണർ ജസ്റ്റിസ് P. സദാശിവത്തിനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രാജിക്കത്ത് കൈമാറിയത്. തുടർന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടത്. തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പാർട്ടിക്കും മുന്നണിക്കും ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ മുന്നണിയെ നയിച്ച ആളെന്ന നിലയിൽ തോൽവിയുടെ മുഖ്യ ഉത്തരവാദിത്വം തനിക്കാണെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. പാർട്ടിക്കും മുന്നണിക്കും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഇതിന്റെ നേതാവെന്ന നിലയിൽ മുഖ്യ ഉത്തരവാദിത്വം എനിക്കാണ്. തെരഞ്ഞെടുപ്പിൽ വിഭാഗീയ പ്രവർത്തനങ്ങളും അടിയൊഴുക്കുകളും ഉണ്ടായി. താൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റായ പല പ്രചരണങ്ങളും അതുപോലെ തന്നെ വിഭാഗീയമായ ചില ചേരിതിരിവുകളും ഒക്കെ ചില അടിയൊഴുക്കുകളും ഉണ്ടായി. അത് മാത്രം. അത് പ്രതിരോധിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സാധിക്കാതെ പോയി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കമില്ല. തനിക്ക് ഇതിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. അത് പാർട്ടി ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. അത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ ഒരു അഭിപ്രായമുണ്ട്. അത് ഞാൻ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. അത്രയേ ഉള്ളൂ. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരിക്കലും ജനങ്ങൾ UDF-ന് എതിരായിരുന്നില്ല. എതിരായിരുന്നെങ്കിൽ 14 മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വിജയിക്കില്ലായിരുന്നു. എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എന്നത് പാർട്ടിയും മുന്നണിയും പരിശോധിക്കും. കോൺഗ്രസും UDF-ഉം ശക്തമായി തിരിച്ചുവരുമെന്നും കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. ഇനി കാവൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുക്കുന്നതുവരെ മുഖ്യമന്ത്രിയായി തുടരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ 5 വർഷം പൂർത്തിയാക്കി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു. ഗവർണറെ കണ്ട് അദ്ദേഹം മന്ത്രിസഭയുടെ രാജി സമർപ്പിച്ചു. ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ നേരിട്ട മന്ത്രിസഭയാണ് ഇതോടെ അധികാരമൊഴിയുന്നത്. അഴിമതി ആരോപണങ്ങളും വിവാദ തീരുമാനങ്ങളും ഉയർത്തിയ കോലാഹലങ്ങൾക്കിടയിലും മുഖ്യമന്ത്രി കസേരയിൽ ഉറച്ചിരുന്ന 5 വർഷം പൂർത്തിയാക്കിയ ഉമ്മൻചാണ്ടി ഒടുവിൽ ക്ലിഫ് ഹൌസിന്റെ പടിയിറങ്ങി. ഫേസ്ബുക്കിലൂടെയായിരുന്നു മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിനെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണം. പിന്നീട് മന്ത്രിസഭയുടെ രാജി സമർപ്പിക്കാൻ രാജ്ഭവനിലേക്ക്. പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും ക്ലിഫ് ഹൌസിന്റെ പടിയിറങ്ങി. രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് P. സദാശിവത്തിന് രാജിക്കത്ത് കൈമാറിയ ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ശേഷം ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ ഉമ്മൻചാണ്ടിയുടെ അവസാന വാർത്താ സമ്മേളനം. ഏറ്റവും വേഗത്തിൽ പുതിയ ഗവൺമെന്റ് വരട്ടെ എന്നും അവർക്ക് ക്രിയാത്മകമായിട്ടുള്ള പൂർണ്ണ പിന്തുണ UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. എനിക്ക് ചെയ്തതുപോലെയല്ല, നാടിന്
നാടിന് പ്രയോജനം ഉണ്ടാകത്തക്ക വിധത്തിൽ വൈകിട്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ നൽകിയ യാത്രയപ്പ് ഏറ്റുവാങ്ങി താൻ പൂർണ്ണ സംതൃപ്തനെന്ന് പറഞ്ഞ നന്ദി പ്രകടനം. അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ദിനങ്ങൾ അവസാനിച്ചപ്പോൾ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ നേരിട്ട മന്ത്രിസഭയുടെ തലവൻ എന്ന വിശേഷണം കൂടിയാണ് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടുന്നത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. തിരൂരിൽ ലീഗ് ആക്രമണത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഇന്നലെ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കൽപ്പകഞ്ചേരി സ്വദേശി ഹംസക്കുട്ടിയാണ് മരിച്ചത്. പിണറായിയിൽ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ RSS പ്രവർത്തകൻ ബോംബെറിഞ്ഞും ലോറി കയറ്റിയും കൊലപ്പെടുത്തിയ CV രവീന്ദ്രന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വൻ ജനാവലിയാണ് രവീന്ദ്രന്റെ മൃതദേഹത്തിൽ അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ വഴിനീളയും വീട്ടുവളപ്പിലും എത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിലാപയാത്രയായാണ് കരിന്താങ്കണ്ടിയിൽ CV രവീന്ദ്രന്റെ മൃതദേഹം പിണറായിലേക്ക് കൊണ്ടുവന്നത്. വിലാപയാത്രയ്ക്ക് വഴിനീളെ നാട്ടുകാരും CPIM പ്രവർത്തകരും അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കാനെത്തി. തളിപ്പറമ്പ്, പള്ളിക്കുളം, ദേശാഭിമാനി, കക്കാട്, പെർലശ്ശേരി, മമ്പറം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കാനെത്തി. പിണറായി CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കാണാനും അന്തിമോപചാരങ്ങൾ അർപ്പിക്കാനും ആയിരങ്ങളാണ് വിവിധ നാടുകളിൽ നിന്നും എത്തിച്ചേർന്നത്. പിണറായി വിജയന്റെയും ഇടതുമുന്നണിയുടെയും വിജയം ആഘോഷിക്കേണ്ട സമയം ഒരു ജനത മുഴുവൻ RSS പ്രവർത്തകർ ബോംബേറിൽ ലോറി കയറ്റിക്കൊന്ന തങ്ങളുടെ സഹപ്രവർത്തകന്റെ മരണത്തിന്റെ ആഘാതത്തിലായിരുന്നു. രവീന്ദ്രൻ ജോലി ചെയ്ത പിണറായി പീക്കോസിലും വീട്ടിലും ജനസഹസ്രങ്ങൾ തിങ്ങി നിറഞ്ഞു. പിണറായി, ധർമ്മടം, പെർലശ്ശേരി, കോട്ടയംപൊയിൽ പഞ്ചായത്തുകളിൽ 2 മണി മുതൽ 6 മണി വരെ CPIM ഹർത്താലിന് ആഹ്വാനം ചെയ്തെങ്കിലും രാവിലെ മുതൽ ഈ പഞ്ചായത്തുകളിലെല്ലാം ജനങ്ങൾ സ്വയം സന്നദ്ധരായി ഹർത്താൽ ആചരിച്ചു. 4:30 ചേരിക്കല്ലിലെ രവീന്ദ്രന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. അതേസമയം കൊലപാതകത്തിന് ഉത്തരവാദികൾ എന്ന് കരുതുന്ന 18 പേരെ കൂത്തുപറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൻകണ്ടത്തിലെ RSS പ്രവർത്തകരായ പ്രേംജിത്ത്, പ്രണൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. സമാധാനം നിലനിന്നിരുന്ന നാടായിരുന്നു പിണറായി. അതുകൊണ്ട് തന്നെ കൊലപാതകം നാടിനെ നടുക്കിയത് ചെറുതായല്ല. ആയിരങ്ങളാണ് രവീന്ദ്രന്റെ മൃതദേഹം കാണാൻ പിണറായി ടൗണിലേക്ക് ഒഴുകിയെത്തിയത്. പിണറായിയിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. തിരികെ വാർത്തകളിലേക്ക്. നേതാക്കൾ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന പത്മജ വേണുഗോപാൽ. CN ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ തനിക്ക് വേണ്ടി പ്രചാരണം നടത്തിയില്ല. മുതിർന്ന നേതാക്കൾക്ക് തന്റെ തോൽവിയിൽ പങ്കുണ്ടെന്നും പത്മജ പറഞ്ഞു. പറഞ്ഞതാണ് ചിലവര് പുറത്തു വന്നു, ഉള്ളുന്ന് എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷെ അല്ല, പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകിയിട്ടുണ്ട് ഇവിടെ. അത് ഇനി ഒരു ദിവസം കൊണ്ടൊന്നും അത് സിമെന്റ് ഇട്ട് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. 2ാം തട്ടിലുള്ള നേതാക്കന്മാർ വളരെയധികം സഹകരിച്ചിരുന്നു. പിന്നെ താഴത്തെ തട്ടിലെ പ്രവർത്തകരും സഹകരിച്ചിരുന്നു. പത്മജയ്ക്ക് തോറ്റതിന്റെ ദുഃഖമാണെന്ന് CN ബാലകൃഷ്ണൻ. പത്മജയുടെ തോൽവി പാർട്ടി പരിശോധിക്കുമെന്നും CN ബാലകൃഷ്ണൻ പറഞ്ഞു. ഞങ്ങളെ കഴിവുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പരാജയത്തെ സംബന്ധിച്ച് അവർക്ക് മനസ്സിന് വിഷമമുണ്ടാവും. അപ്പൊ പിന്നെ ആരുടെ പേരെങ്കിലും പറയണ്ടേ? നമ്മുടെ പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടി സ്ഥിരത മുതിർന്ന നേതാക്കന്മാരെന്ന് പറഞ്ഞ ഒന്ന് തേർന്നു. പത്മജയ്ക്ക് മറുപടിയുമായി തേറമ്പിൽ രാമകൃഷ്ണൻ. തോൽക്കുമ്പോൾ മറ്റുള്ളവരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. പ്രൈമറി സ്കൂൾ കുട്ടികളെ പോലെ എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെന്നും തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF തോറ്റ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ച വിഷയം തന്റെ അധികാര പരിധിയിലുള്ള കാര്യമല്ലെന്ന് കെ ബാബു. ഉചിതമായ തീരുമാനം നേതൃത്വമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടിക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥി എന്ന പ്രചാരണം തനിക്ക് ദോഷം ചെയ്തു. തന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ VM സുധീരൻ നേരത്തെ രംഗത്ത് വന്നത് സംബന്ധിച്ച് താൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. BJPക്ക് വോട്ട് വർദ്ധിച്ചതും തനിക്ക് തിരിച്ചടിയായെന്നും കെ ബാബു പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒരുപാട് എനിക്ക് ദോഷം ചെയ്തു. ഇതൊക്കെ ഓരോ പ്രദേശത്തുണ്ടായ പ്രത്യേക സാഹചര്യങ്ങളാണ്. ഇപ്പം ഇവിടെ ഉണ്ടായത് ഞാനീ പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് മുഖ്യമന്ത്രിയുടെ പോരായ എന്ന് പറയേണ്ട കാര്യമില്ല. സ്ഥാനമൊഴിയും മുൻപ് അവസാന കടുംവെട്ടിന് സർക്കാരിന്റെ നീക്കം. സർക്കാർ ഡോക്ടർമാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റാനാണ് സർക്കാർ ശ്രമം. ഇതിനായുള്ള കരട് പട്ടിക ഇന്നോ നാളെയോ പുറത്തിറങ്ങിയേക്കും. സർക്കാർ സർവീസിലെ 300ഓളം അസിസ്റ്റന്റ് സർജന്മാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റാനുള്ള നീക്കങ്ങളാണ് ഹെൽത്ത് ഡയറക്ടറേറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. സ്ഥലം മാറ്റത്തിനുള്ള ചുരുക്കപ്പട്ടിക ഇന്നോ നാളെയോ പ്രസിദ്ധീകരിച്ചേക്കും. ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് വളരെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി അസിസ്റ്റന്റ് ഡയറക്ടർമാരെയും സർജന്മാരെയും ഇന്നലെ സ്ഥലം മാറ്റിയിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഡോക്ടർമാരെ സ്ഥലം മാറ്റാൻ നീക്കമുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ സ്ഥലം മാറ്റം നടത്താനായില്ല. കെയർടേക്കർ മന്ത്രിസഭ തുടരുമ്പോൾ സ്ഥലം മാറ്റമടക്കമുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ലെന്നിരിക്കെയാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ട് കൂട്ട സ്ഥലമാറ്റത്തിനായി അരങ്ങൊരുങ്ങുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.